ബോൾ പിടിക്കുമോനെ, പിടിക്ക്. ഏയ് രാം, സോറി സാർ, അവന് പിടിക്കാൻ പറ്റില്ല. ഞാൻ മരുന്നുകൾ തരാം, ഒരാഴ്ചക്കുള്ളിൽ മുറിവുകൾ ഉണങ്ങിക്കോളും. പക്ഷേ ഇവൻ്റെ പ്രശ്നം ഫിസിക്കലല്ല, സൈക്കോളജിക്കലാണ്. നിങ്ങളുടെ ഭാര്യ കാരണം ഇവൻ മെൻ്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. പെട്ടെന്ന് നിങ്ങൾ ഇവൻ അവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, അവന് ഞാനല്ലാതെ വേറെ ആരുമില്ല. ഞാൻ അവനെ എവിടേക്കും അയക്കില്ല. സാർ, ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെയാണോ ഉണ്ടാവുക? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രാമന് നഷ്ടപ്പെടും. ഇത് ഇവന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. രാം, നിന്റെ അമ്മായി ദിവസവും നിന്നെ തല്ലിച്ചതയ്ക്കുന്നത് കാണാൻ ഇനി എനിക്ക് വയ്യ മോനെ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഇനിയുള്ള കാലം നീ ഇവിടെ വേണം കഴിയാൻ. എനിക്ക് ആരുമില്ല അമ്മവാ. ആരുമില്ലെന്ന് പറയില്ലേ മോനെ. നിനക്ക് നിന്റെ സീതയുണ്ടല്ലോ. സീത വന്ന് നിന്നെ നോക്കിക്കോളും. നീ അവളെയും നോക്കണം. ഓഹോ, അപ്പൊ സീത എപ്പോഴാ വരാ? സീത ഇപ്പൊ ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഇത്ര ഉയരം വെക്കുമ്പോ അവള് വരും. അമ്പലത്തിൽ കലക്കിന്ന് കേട്ടോ. നീ വീട്ടിൽ ചെന്ന സോപ്പിംഗ് എടുത്തോണ്ട് വാ മോളെ, ഒന്ന് എടുത്തോണ്ട് വാ. കുഞ്ഞു പാവല്ലേ, വേഗം ചെന്നെടുത്തോണ്ട് വാ. അല്ല ഇല്ല ഇല്ല അളിയ, അത് ഷുഗർ കുറച്ചു പഞ്ചസാര ഇല്ലാതെ കട്ടാൻ. കണ്ണു സാറേ, റൗഡിസം ചെയ്ത് ഞങ്ങളുടെ ഏരിയ തന്നെ നാശം ചെയ്തു. നിന്റെ സ്ഥലമാണോ? പട്ടയൊക്കെ ഉണ്ടോ? 30 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ സാറേ ഉള്ളത്. പട്ടയം മണ്ണാകട്ടില്ല, നിന്റെ തന്തയുടെ സ്വത്താണ് ഇതൊക്കെ. മാറണോട്ടെ, പഠിക്കണം. എന്റെ പേര് സീത. ഞാൻ വരച്ചവരാരും താണ്ടരുത്. ഈ ലാൻഡ് ഞാൻ വാങ്ങിയിരിക്കുക. നിങ്ങളെ പോലെ തെരുവിലുള്ളവരൊക്കെ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് നല്ലോണം സുഖിച്ച് ജീവിച്ചില്ലേ? And now it's mine. Actually അത് what's that word? അതിക്രമിച്ചു കിടക്കുക. Exactly. അങ്ങനെ ചെയ്ത് ഇവിടെ വീട് കിട്ടുന്നത് ലീഗലി ക്രൈം ആണ്. എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിടേണ്ടതാ. കോർട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളെ കൊല്ലാൻ പോകണോ? എനിക്ക് അല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ഈ 25 വർഷത്തെ വാടക ഞാൻ ചോദിക്കില്ല. ഇത് എന്റെ വക ഗിഫ്റ്റാ. ഹാപ്പി ആയിട്ട് പോയിക്കോളൂ. എൻജോയ്. ഐ ലവ് യു ഓൾ.
ഇനി അഥവാ നിങ്ങൾക്ക് താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ ഓർമ്മിച്ച് വെച്ചാ മതി. എന്റെ പേര് സീത. നീ സീതയല്ലേടി, ശൂർപ്പണകയാ. താങ്ക് യു. നീ നശിച്ചു പോവുള്ളൂ. മൈ പ്ലഷർ. ഞങ്ങളുടെ കണ്ണീര് കാണുമ്പോൾ നിനക്ക് സന്തോഷം തോന്നുന്നല്ലേ? എന്നേലും ഒരു ദിവസം നീയും ഞങ്ങളെ പോലെ ആരുമില്ലാതെ നടുറോഡിൽ നിൽക്കും. നോക്കിക്കോ, ഞങ്ങളുടെ ശാപം നിന്നെ വെറുതെ വിടില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. താങ്ക് യു. അവരൊക്കെ ചെയ്തു വന്നിട്ട് മാഡം എന്തെങ്കിലും ചിരിക്കുന്നു? ബിസിനസ്സിൽ ഒരാൾക്ക് ലാഭം ഉണ്ടാവുമ്പോൾ മറ്റൊരാൾക്ക് നഷ്ടം ഉണ്ടാവും. നഷ്ടം ഉണ്ടായവര് കിടന്നു പോകും. ടാറ്റയ്ക്ക് ലാഭം ഉണ്ടായ ബിർല കരയും, ബിർലയ്ക്ക് ലാഭം ഉണ്ടായ അംബാനിയും കരയും. ഇവിടെ നമ്മൾക്കാണ് ലാഭം കിട്ടിയത്, അപ്പൊ ഇവര് കരയുമായിരിക്കും. ദിസ് ഈസ് നോർമൽ. ഇറ്റ്സ് ബിസിനസ്. നിങ്ങൾ ശരിക്കും റേഞ്ചിൽ തന്നെയാണ്. അതുകൊണ്ടാ എനിക്ക് സീത എന്ന് പേര് വെച്ച്. അപ്പോഴേക്കും മറന്നോ നമ്മുടെ അഗ്രിമെന്റ്? അഗ്രിമെന്റോ? പ്രൂഫ് ഉണ്ടോ? അതൊന്ന് കാണിച്ചു കൊടുക്ക. ബഞ്ചാര ഹിൽസില് 2 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ ഓണർ അമേരിക്കയിലാണ്. സീതാ മഹാലക്ഷ്മി മാഡം 10 കോടി രൂപ കൊടുത്ത് വാങ്ങിയേക്കണത്. ആ 10 കോടിയില് 5 കോടി രൂപ ചേട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയേക്കണേണ്. പക്ഷെ അവിടെയുള്ള ആളുകളുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ സമ്മതിക്കണില്ലെന്ന്. ഏതെങ്കിലും ഒരു രീതിയിൽ അവരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് മാഡത്തിന്റെ സ്ഥലം എങ്ങനെയും തിരിച്ചു പിടിക്കണം. ഡീല് ഓക്കെ ആയി കഴിഞ്ഞാ ഇതിന്റെ 2% എനിക്കുള്ളതാണ്. വരാൻ പറയേ. ഹായ് സീത. വെൽക്കം. ഇറ്റ്സ് മൈ പ്ലഷർ. കഷ്ടപ്പെടുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. പക്ഷെ അതൊരു സുന്ദരിക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഇതിന്റെ പേരാണ് കാമം. അതൊന്നും അത്ര കാര്യമാക്കി എടുക്കണ്ട. അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടാ. ഇദ്ദേഹമാണ് ജയ്ബാബ് സാർ. ചെറുപ്പത്തിൽ എനിക്ക് ജോണ്ടീസ് വന്ന് മരിച്ചു പോകുന്നൊരു ഘട്ടം വന്നപ്പോൾ എൻ്റെ അച്ഛന് 5000 രൂപ കടം കൊടുത്ത് എൻ്റെ ജീവൻ രക്ഷിച്ച ആളാ. ദൈവത്തെ പോലെ. ആ തെറ്റ് ചെയ്തതിന് ഇന്നും ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലുപ്പാ. ചക്ര, നീ ഇത്ര നല്ലവനാണോടാ. പുകഴ്ത്തുന്നത് കൊണ്ട് മനുഷ്യൻ മടിയനായി മാറിപ്പോവേയുള്ളൂ. ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവില്ല. ഇതുപോലെ സംസാരിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തോട് നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും. അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് ഇത്രയും വലിയ ബഹുമാനം. ആ സൈറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ അവിടെ ഒരു ചെറിയ കുടിലാ ജീവിച്ചിരുന്നത്. എനിക്ക് 100 കോടി പ്രോഫിറ്റും കിട്ടും. അതിൽ 20% തരാം. ഞാനൊരു MLA, അതായത് ജനങ്ങളുടെ, അതിനെന്താ പറയാ, ജനസേവകൻ. അതേതായാലും നിനക്ക് സൂട്ടാവില്ല. 30%. ആവശ്യത്തിനധികമുള്ള പണത്തിന് വെറും കടലാസിന്റെ വിലയുള്ളൂ. എന്റെ ആസ്തി 100 കോടിക്ക് മേലെ ഇനി ഒരുപാടായിട്ടുണ്ട്. എന്ത് വേണം? സൗന്ദര്യ. എന്റെ ഭാര്യ സൗന്ദര്യ. അവളുടെ അച്ഛന് കണ്ണ് കാണില്ലെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഒരാൾക്കാണോ സൗന്ദര്യം എന്ന് പേരിടുന്നത്? അവളെ പെണ്ണ് കാണാൻ വന്ന 70 പേരും അയ്യ എന്ന് പറഞ്ഞാ പോയത്. എല്ലാവരും പല്ലക്കിൽ കയറി യാത്ര ചെയ്യണമെന്ന് കരുതിയ അത് ചുവക്കാൻ ആരാ ഉണ്ടാവുക? അതുകൊണ്ടാ അവളെ ഞാൻ കല്യാണം കഴിച്ചത്. അതല്ല മോളെ കാര്യം. ഇവൻ MLA ആവാൻ വേണ്ടി മറ്റൊരു MLAയുടെ മോളെ വളച്ച് താലി കെട്ടിയതാണ്. ആ സന്തോഷത്തിൽ ആ പൊട്ടൻ MLAയോ ഇവൻ MLA സീറ്റ് കൊടുക്കുകയും ചെയ്തു. കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ ഭാര്യ വീട്ടിൽ ആരും അത്ര കാണാൻ നല്ലതല്ല. അടുത്ത തലമുറയിലുള്ളവരെങ്കിലും സൗന്ദര്യമുള്ളവരാവാൻ വേണ്ടി ഹീറോ പോലെയുള്ള എന്നെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചതല്ലേ. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റു വഴിയില്ലാതെ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും ഞാൻ നല്ലവനായതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ടായി. പക്ഷെ ആ സമയത്ത് നിന്നെ പോലെ സൗന്ദര്യമുള്ളൊരു പെണ്ണായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ സാഡിസ്റ്റുമാരിൽ ഇതും ഒരു ജാതിയാണ്. 100-ൽ 80% ആണുങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാ. എന്നെ പോലെ സത്യസന്ധരായവര് മാത്രമേ ഇതൊക്കെ പുറത്തു പറയൂ. നമുക്ക് കല്യാണം കഴിച്ചാലോ? കല്യാണം എന്ന് പറഞ്ഞ റേപ്പിനേക്കാളും മോശമായ കാര്യമാണ്. അവളുടെ റിയാക്ഷൻ കണ്ടില്ലേ? എടാ എന്റെ ചക്കര മോനെ, നീ കൊടുത്ത ഷോക്കിലെ ഭൂമി പോലും ഒരുപാട് താഴേക്ക് ഇറങ്ങി പോവടാ. പാവം പെങ്കൊച്ചാടാ അത്. കറക്റ്റ്. നീ ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ നിനക്കൊരു സഹായം ചെയ്യാം. നീ എന്റെ ഉള്ളിലുള്ള പുരുഷത്വത്തെ ഒന്ന് സഹായിക്കേ, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട്. ഈ കല്യാണം, പെർമനന്റ് അറ്റാച്ച്മെന്റ്സ്, നോൺസെൻസ്, ഇതൊക്കെ എനിക്ക് സെറ്റ് ആവില്ല. അപ്പൊ ടെമ്പററി കമ്മിറ്റ്മെന്റ് നിനക്ക് മനസ്സിലാവല്ലോ അല്ലേ? എത്ര ദിവസം? 1 year. അത് കൂടുതലാ. 6 months.
സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം വായിച്ചു നോക്കിക്കോളൂ.